മാടത്തോരു മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും വൈജയുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് വൈജ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഗംഗാധര മേനോൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. എന്താ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കണോ? ഇത് കേട്ട് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എന്താ ബാലചന്ദ്രൻ നീ ഈ പറയുന്നത്? നീ എന്തൊക്കെയായി പറയുന്നത്? ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് വേണ്ട, എന്നോട് കള്ളമൊന്നും പറയണ്ട. അതിന് ഇവിടെ പ്രസക്തിയില്ല. സത്യം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്നോട് കള്ളം മാത്രം പറയരുത്. നിങ്ങളൊരു പട്ടാളക്കാരനാ. ഭീരുക്കളാണ് കള്ളം പറയുന്നത്. നിങ്ങൾ എന്നോട് സത്യം മാത്രമേ പറയാവൂ. ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ബാലചന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ട് ഗംഗാധര മേനോൻ ആകെ പകച്ചു നിൽക്കുകയാണ്. എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഗംഗാധര മേനോന് ബോധ്യമായി. ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ ഗംഗാധര മേനോന് കഴിയുന്നില്ല. തിരിഞ്ഞു നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ഗംഗാധരന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. ഗംഗാധരൻ നിവൃത്തിയില്ലാതെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഈ വിവരങ്ങളെല്ലാം നിനക്ക് എവിടെ നിന്നും കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഉടനെ തന്നെ ബാലചന്ദ്രൻ വയലന്റ് ആവുകയാണ്. ഏയ് വേണ്ട, ഞാൻ ഒരൊറ്റ ചോദ്യമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. എന്റെയും വൈജയുടെയും വിവാഹത്തിന് മുൻപ് വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടോ? എനിക്ക് ആ ഒരൊറ്റ ഉത്തരം കിട്ടിയാൽ മതി. അപ്പോഴേക്കും ഗംഗാധര മേനോന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ഗംഗാധരൻ. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അത് മാലതി ആയിരിക്കും. വൈഫ് മാലതിയാണ് വിളിക്കുന്നത്. ഗംഗേട്ടാ, നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാനിവിടെ ഒരു ഹോട്ടലിലുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെന്ന് പറയുന്നു. ആ എന്നെ വൈജയന്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. എന്നിട്ട് എന്തു പറഞ്ഞു? ബാലചന്ദ്രൻ ഫോൺ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഇല്ലാന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ നമുക്ക് ഒറിജിനലായിട്ടും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. ആളിവിടെ വരില്ലേ ചെയ്ത്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു എന്ന് മാലതി പറയുന്നുണ്ട്. വൈജ പിന്നീട് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. ഉടനെ മാലതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, വിട്ടൊന്നും പറഞ്ഞില്ല. ആ ശരി, ഇനി എന്തായാലും വിളിച്ചാലും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി. ആളിവിടെ ഉണ്ടെന്ന് പറയണ്ട. ആ ശരി ഗംഗേട്ടാ. അല്ല, അവിടുത്തെ കാര്യം എന്തായി? ആ ഇവിടുത്തെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. ഇവിടെ എൻ്റെ തലയിൽ എണ്ണ ഒഴിച്ച് ലൈറ്ററുമായി പെട്രോൾ ഒഴിച്ച് ലൈറ്ററുമായി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. എന്താ ഗംഗേട്ടായി പറയുന്നത്? ആ അതെ, അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആള് ഭയങ്കര ടെററാ. എന്നോട് ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, വൈജ വിവാഹത്തിന് മുൻപ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നോന്ന്. ഇത് കേട്ടതും മാലതി ഞെട്ടുന്നുണ്ട്. ഓ മൈ ഗോഡ്. ഇത് ഞെട്ടിക്കൊണ്ട് മാലതി പറയുന്നുണ്ട്. ഉടനെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ആ നീ ഫോൺ വെക്ക്, ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഒന്ന് അവസാനിപ്പിക്കട്ടെ. എന്തായാലും ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ ആകെ ടെൻഷൻ അടിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നെഞ്ഞൊക്കെ ഒഴിഞ്ഞുകൊണ്ട് നടക്കുവാണ്. അങ്ങോട്ടേക്ക് ഗംഗാധര മേനോൻ കയറി വരുന്നുണ്ട്. മിസ്റ്റർ ബാലചന്ദ്രൻ, അങ്ങനെയൊരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് ഗംഗാധര മേനോൻ പറയാണ്. ഇതങ്ങ് കേട്ടതും ബാലചന്ദ്രൻ ഒരു ഭ്രാന്തനെ പോലെ ആവുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം ശരിക്കും കണ്ടാൽ ആകെ പേടിപ്പെടുത്തുന്ന ഒരു മുഖമായി മാറുന്നുണ്ട്. വീണ്ടും ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, മിസ്റ്റർ ബാലചന്ദ്രൻ, 22.5 വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയ സംഭവങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. ഇനി ആ തെറ്റ് ആർക്ക് തിരുത്താൻ പറ്റും? ഇതങ്ങ് കേട്ടതും ബാലചന്ദ്ര മേനോൻ ഗംഗാധര മേനോന്റെ കോളറിൽ പിടിച്ചങ്ങ് വലിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടോ, നിങ്ങൾ കുടുംബം മൊത്തം ഒത്തുകളിച്ച് എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? താനല്ലേടോ ഈ സംഭവത്തിന്റെ സൂത്രധാരൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഏയ് കാം ഡൗൺ ബാലചന്ദ്ര, കാം ഡൗൺ എന്ന് പറയുമ്പോഴേക്കും, ഇല്ലടാ, ഇല്ല, ഞാൻ വിടത്തില്ല. എന്നോട് എന്തിനീ ചതി ചെയ്തു? എനിക്കറിയണം എന്നിങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ. വളരെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ഗംഗാധരൻ. ബാലചന്ദ്രൻ ആകെ തകർന്നു നിൽക്കുന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രന് വിഷമവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് സങ്കടത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾ അവളെ ഞാൻ സ്നേഹിച്ചതിന്റെ കുറ്റത്തിന് നിങ്ങൾ നിങ്ങളുടെ മുറ്റത്ത് എന്നെ വിളിച്ചു വരുത്തി എന്നെ അപമാനിച്ചു. അവളെ സ്നേഹിച്ചതിന് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷയാണോ ഇത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ഉടനെ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഇല്ല ബാലചന്ദ്ര, ആരും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഒന്നും ചെയ്തില്ലേ? പിന്നെ ഇതെന്താ നിങ്ങൾ ഈ ചെയ്തത്? പറ, ഇതെന്താണെന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. നിങ്ങളുടെ സഹോദരി ആരോടൊക്കെ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും.
പക്ഷെ ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകിയ വിവരം അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതറിയാതെയാണോ നിങ്ങൾ അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ആകെ തരിച്ച് കണ്ണടച്ച് സഹിക്കാൻ പറ്റാതെ വൈജയന്തിനെ കുറിച്ച്, അതായത് തൻ്റെ പെങ്ങളെ കുറിച്ച് ഇത്രയും മോശമായി ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുന്നുണ്ട് ബാലചന്ദ്രനെ. ഞാൻ സമ്മതിച്ചല്ലോ ബാലചന്ദ്ര, വൈജയന്തിക്ക് മുൻപ് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതെന്തിന് എന്നിൽ നിന്നും മറച്ചു വെച്ചു? എന്നിട്ടിപ്പോ ഞാൻ അറിഞ്ഞപ്പോ ഗത്യന്തരമില്ലാതെ അത് സമ്മതിച്ചു തരുന്നു. ശരിയാ, വിവാഹത്തിന് മുൻപ് എൻ്റെ പെങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിനെ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിവൃത്തിയില്ലാതെ സമ്മതിച്ചു തരുന്നു. നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ബാലചന്ദ്ര, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, 22 വർഷങ്ങൾക്ക് മുൻപല്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്നു ഗംഗാധരൻ. നിങ്ങൾക്ക് ഈ വാക്കുകൾ പറയുമ്പോൾ എത്ര നിസ്സാരം. പക്ഷേ എനിക്ക് സംഭവിച്ചതുണ്ടല്ലോ. നിങ്ങളെ എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ ഞാൻ അതിൽ വിശ്വസിച്ചു പോയി. നിങ്ങൾ എൻ്റെ ചേട്ടനെ പോലെയാണ് ഞാൻ കണ്ടത്. നിങ്ങൾ തരുന്ന സ്നേഹം ഒരു അനിയനോട് തരുന്ന സ്നേഹമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അത് നിങ്ങളുടെ പിഴച്ച പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള ആനുകൂല്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബാലചന്ദ്ര പ്ലീസ്, നിങ്ങളിങ്ങനെ ബ്ലൈൻഡായിട്ട് കാര്യങ്ങളെ വിലയിരുത്തരുത്. അവൾക്ക് ഇങ്ങനെ സംഭവിക്കാനുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം ബാലചന്ദ്ര എന്നിങ്ങനെ ഗംഗാധര മേനോൻ വളരെ ദയനീയമായിട്ട് പറയുകയാണ്. ഉടനെ എന്നോ എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ വിരലുയർത്തിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ സഹോദരിയുടെ വ്യഭിചാര കഥ എനിക്ക് കേൾക്കണ്ട. അത് നിങ്ങൾ സഹോദരന്മാര് പരസ്പരം പറഞ്ഞങ്ങനെ രസിച്ചാൽ മതി എന്ന് അലറി വിളിച്ച് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതും സപ്ലയർ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തന്നോട് ആരാടോ ഇങ്ങോട്ടേക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്? അത് സാർ, ഭക്ഷണം കൊണ്ടുവന്നതാണ്, നിങ്ങൾക്ക് കഴിക്കാൻ എന്ന് പറയുമ്പോൾ അതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ. വേഗം ഗംഗാധര മേനോൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ബാലചന്ദ്ര ഇത്, താൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ ആകെ സമനില തെറ്റിയത് നിലയിലാണ് കാണുന്നത്. ശരിക്കും നിൽക്കാൻ പോലും കഴിയുന്നില്ല, ആടുവാണ് നിന്നിട്ട്. അപ്പോഴേക്കും ആ ഹോട്ടലിന്റെ മാനേജർ വരുന്നുണ്ട്. അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന് ക്യാഷ് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എത്ര രൂപയായാലും ഈ നഷ്ടങ്ങൾക്കുള്ള പരിഹാരം ഞാൻ തന്നിരിക്കും. എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുവാണ്. പിന്നീട് ഗംഗാധര മേനോൻ ബാലചന്ദ്രനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് കൂൾ ബാലചന്ദ്ര, കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നോട് ചേർത്ത് പിടിക്കുകയാണ് ഗംഗാധര മേനോൻ. മാലതി വീട്ടിൽ ഇവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും ഗംഗാധര മേനോൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായി, ബാലചന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ഹോട്ടലിലുണ്ട്. എന്തിനാ തനിച്ചാക്കിയിട്ട് വന്നത്? നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോരായിരുന്നില്ലേ, ഇവിടെ നമ്മളുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് മാലതി. ഉടനെ തന്നെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അവൻ്റെ സിറ്റുവേഷൻ തീരെ മോശമാണ്, അവനെ എല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്താ നിങ്ങൾ പറയുന്നത്, എല്ലാം അറിഞ്ഞു എന്നോ? അപ്പോൾ തിരുവനന്തപുരത്തെ കാര്യവും ആഗ്രയിലെ കാര്യവും എല്ലാം അറിഞ്ഞോ? അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ലെന്നാ തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. വിവാഹത്തിന് മുൻപ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചോ? എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ അത് സമ്മതിച്ചു കൊടുത്തോ? അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു മാലതി. അവൻ വിശദമായിട്ടൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ അവനെ അദ്ദേഹത്തെ തനിച്ചാക്കിയിട്ട് വരണ്ടായിരുന്നു, ഒപ്പം കൂട്ടാമായിരുന്നു എന്ന് മാലതി പറയുന്നുണ്ട്. ബാലചന്ദ്രൻ വളരെ വയലന്റ് ആയാണ് സംസാരിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് മാരുതി ചോദിക്കുന്നുണ്ട്. ഈ പ്രശ്നമെല്ലാം അദ്ദേഹത്തിന്റെ തലയിൽ കിടന്നുകൊണ്ട് തന്നെ തനിയെ സോൾവ് ആകണം, അല്ലാതെ ഒരു സൊല്യൂഷനും ഇല്ല ഇതിന് എന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. വൈജയ്ക്ക് ഇതിനെ പറ്റി ബാലചന്ദ്രൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് വൈജയ്ക്ക് അറിയാമോ എന്ന് മാരുതി ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് തോന്നുന്നു. അതിനെ പറ്റിയൊന്നും ബാലചന്ദ്രൻ സംസാരിച്ചില്ല. എന്തായാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും വൈജയന്തി അറിയിക്കേണ്ട ഗംഗാധരേട്ടാ. എന്തായാലും ബാലചന്ദ്രൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു എന്ന് വൈജ അറിയുന്ന നിമിഷമാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോഴാണ് വൈജ തകർന്നു പോകുന്നത്. മാലതി ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഗംഗേട്ട, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? വൈജ പ്രസവിച്ച പെൺകുട്ടി എന്താ ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നോ? എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഗംഗാധരൻ പറയുന്നുണ്ട്, അത് രാവണ്യ അമ്മാമൻ പറഞ്ഞത് ഒരു ഓർഫണേജിൽ കൊണ്ടു ചെന്നാക്കി അവിടെ നിന്നും മരിച്ചു എന്നാണ്. പക്ഷെ വൈജയോട് പറഞ്ഞിരിക്കുന്നത് പ്രസവത്തിൽ തന്നെ മരിച്ചു എന്നാണ്. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ സംഭവിച്ചത്, ഗംഗാധരൻ്റെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനും വിശ്വസിക്കുന്നത് ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് തന്നെയാണ്. അല്ല പിന്നെ എങ്ങനെ കിട്ടി ബാലചന്ദ്രന് ഇപ്പോൾ ഈ വിവരം? അതെനിക്ക് അറിയത്തില്ല മാലതി.
ഞാനത് ചോദിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അങ്ങോട്ടൊന്നും സംസാരിക്കാനേ പറ്റുന്നില്ല. അത്രയ്ക്കും വയലന്റ് ആണ് അദ്ദേഹം. എന്തായാലും ഗംഗേട്ടൻ ഇനി അങ്ങോട്ടേക്ക് ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം, എനിക്ക് സംസാരിക്കാനുണ്ട്. എന്തായാലും ഞാൻ പറയുമ്പോൾ അദ്ദേഹം അത് വിശ്വസിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ ശരി പോവാമെന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. ബാലചന്ദ്രൻ റൂമിലിരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരം മാലതി ഡോറിൽ തട്ടുന്നുണ്ട്. മാലതി അങ്ങോട്ടേക്ക് കയറി വരുവാണ്. മാലതിയെ കണ്ടതും ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. വരണം വരണം മേം സാബ് എന്ന് പറയുന്നു. മദ്യപാനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ബാലചന്ദ്ര? പരീക്ഷിച്ചു നോക്കാം, എനിക്കറിയത്തില്ല. എന്താ ബാലചന്ദ്ര ഇത്? തനിക്കൊരു ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. പ്രായപൂർത്തിയായ മക്കളാണെന്നുള്ള ചിന്ത വേണം. പിന്നെ താൻ എത്ര സ്ഥാപനങ്ങളുടെ ഉടമസ്ഥനാണ്. ഇതൊന്നും ചിന്തിക്കാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബാലചന്ദ്രൻ പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. മാലതി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര 23 വർഷങ്ങൾക്ക് മുൻപ് ഒരു തെറ്റ് പറ്റി വൈജയന്തിക്ക്. അന്ന് അവൾ നിങ്ങളുടെ ആരുമല്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ചികഞ്ഞെടുത്ത് ആർക്ക് എന്ത് ഗുണമുണ്ടാവാനാ? നഷ്ടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നഷ്ടമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 22 വർഷത്തെ നഷ്ടം എനിക്കല്ലേ നഷ്ടമായത്. എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായി. സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളൊരു കുറ്റസമ്മതം ചെയ്യുന്നു. നിങ്ങളെ കൊണ്ടൊക്കെ ഇതിന് പിറകിൽ ആരൊക്കെയുണ്ടോ അവരെ കൊണ്ടൊക്കെ ഞാൻ സമ്മതം പറയിപ്പിക്കും. ഇതിന് സമ്മതം പറയിപ്പിക്കും ഞാൻ. വൈജയന്തിയെ കൊണ്ട് അടക്കം എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഞെട്ടുന്നുണ്ട്.